ധർമ്മക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിലും ചതുർവേദത്തിൻ്റെ ക്രമീകരണത്തിനും വ്യാസൻ വഹിച്ച പങ്കിനെ പറ്റിയാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. ഇന്ന് നമുക്ക് സ്വാമി പറഞ്ഞ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കാം. ധർമ്മക്ഷേത്രത്തെ പുനഃസ്ഥാപിക്കൽ തൻ്റെ ജീവിത ലക്ഷ്യം ആയി കരുതിയ വ്യാസൻ ആദ്യമായി ചെയ്തത് പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്ന മഹർഷി സമൂഹത്തെ ഏകോപിപ്പിക്കുവാനാണ്. ആത്മീയാചാര്യനായ പരാശര മഹർഷിയുടെ പുത്രനായിരുന്നിട്ട് പോലും അഥർവവേദാചാര്യനായ ജാപാലി മഹർഷിയുടെ മകളെയാണ് വ്യാസൻ വിവാഹം ചെയ്തത്. അവരുടെ സഹോദരൻ സുമന്തുവുമായിട്ട് അദ്ദേഹം സൗഹൃദവും സ്ഥാപിച്ചു. വ്യാസനെപ്പോലുള്ള ഒരു പണ്ഡിതനെ തൻ്റെ മകളുടെ ഭർത്താവായി ലഭിച്ചതിൽ ജാപാലി മഹർഷി സന്തോഷിച്ചു. പക്ഷേ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. വ്യാസൻ തൻ്റെ പക്ഷത്തേക്ക് ചേരുമെന്ന അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ അസ്ഥാനത്തായി. എന്നാൽ വ്യാസനാകട്ടെ ഒരു പക്ഷവും ചേരാതെ രണ്ടു കൂട്ടരെയും പരസ്പരം യോജിപ്പിക്കാനാണ് പരിശ്രമിച്ചത്. 4 വേദങ്ങളെയും തുല്യ പ്രാധാന്യത്തോടെ തരംതിരിച്ചത് കൂടാതെ അഥർവവേദ ശാഖയായ ആയുർവേദം അദ്ദേഹം ഹൃദിസ്ഥമാക്കുകയും ചെയ്തു. എന്നിട്ടും ഭാര്യാപിതാവായ ജാപാലി മഹർഷിയുടെയും അനുയായികളുടെയും അംഗീകാരം അദ്ദേഹത്തിന് നേടിയെടുക്കാനായില്ല. ഇവരെ തമ്മിൽ യോജിപ്പിച്ച് നിർത്തണമെങ്കിൽ ഒരു പ്രബലനായ രാജാവിൻ്റെ സഹായവും കൂടിയേ തീരൂ എന്ന് അദ്ദേഹത്തിന് കാലക്രമേണ ബോധ്യപ്പെട്ടു. അതിനു വേണ്ടിയുള്ള അന്വേഷണത്തിൽ ഹസ്തിനപുരയിലെ രാജാവായ ശാന്തനുവാണ് അതിന് യോഗ്യനെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് ശാന്തനു മഹാരാജാവിനെ നേരിൽ കാണുന്നതിനും സഹായം അഭ്യർത്ഥിക്കുവാനുമായിട്ട് അദ്ദേഹം ഒരു ദിവസം ഹസ്തിനപുരിയിലേക്ക് പുറപ്പെട്ടു. ശാന്തനു മഹാരാജാവ് രോഗാതുരനായിട്ട് അത്യാസന്ന നിലയിൽ കിടക്കുകയാണ് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് അദ്ദേഹത്തിന് അവിടെ കേൾക്കാനായത്. പലരും മഹാരാജാവിനെ ചികിത്സിക്കാനായി ശ്രമിച്ചെങ്കിലും അതൊന്നും അത്ര ഫലവത്തായില്ല എന്നറിഞ്ഞു. എങ്കിലും അവിടെ പരീക്ഷണാർത്ഥം പലരും വന്നു പോയിക്കൊണ്ടിരുന്നു. മഹാരാജാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുത്രനായ ഗംഗാദത്തൻ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. സന്ദർശകരെ നിരാശരാക്കാതെ അദ്ദേഹം കൈയയച്ച് സഹായവും നൽകിയിരുന്നു. ഈ അവസരത്തിലാണ് വ്യാസൻ അവിടെ എത്തിയത്. വിവരം അറിഞ്ഞ അദ്ദേഹം മഹാരാജാവിനെ ചികിത്സിക്കുവാൻ തയ്യാറായി. പക്ഷേ അദ്ദേഹം ആരാണെന്ന് അറിയാത്തതുകൊണ്ട് ഗംഗാദത്തൻ അതത്ര ഗൗനിച്ചില്ല. രാജാവിനെ സന്ദർശിക്കുവാൻ പുറത്തുനിന്ന് അനുവാദം തേടിയ വ്യാസനെ പരിചാരകൻ വഴി പണക്കിഴി നൽകി പറഞ്ഞയക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇതിൽ അപമാനിതനായ വ്യാസൻ നേരെ രാജസന്നിധിയിലേക്ക് കയറി ചെന്ന് സഹായം ചോദിക്കുവാനല്ല, നൽകുവാനാണ് ഞാൻ വന്നത് എന്ന് ഗംഗാദത്തനോടായിട്ട് പറഞ്ഞിട്ട് മറുപടിക്കായിട്ട് കാത്തു നിൽക്കാതെ ദേഷ്യത്തോടു കൂടി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വഴിയിലൂടെ നടന്നു നീങ്ങുന്ന വ്യാസനെ ആ സമയത്ത് മട്ടുപ്പാവിലുണ്ടായിരുന്ന മഹാരാജ്ഞി കാണുവാനിടയായി. ഉടൻ അവർ അദ്ദേഹത്തെ തൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ആളെ പറഞ്ഞയച്ചു. രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം തിരികെ എത്തിയ വ്യാസൻ തൻ്റെ മാതാവായ സത്യവതിയാണ് മുൻപിൽ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ അവിടെ വച്ച് വർഷങ്ങൾക്ക് ശേഷം പരസ്പരം കണ്ടുമുട്ടിയ ആ അമ്മയുടെയും മകൻ്റെയും മനസ്സിലുണ്ടായ വികാര വിക്ഷോഭങ്ങൾ എത്രത്തോളം ആയിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. രാജ്ഞി മകനെ ഗംഗാദത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. ആളെ മനസ്സിലാക്കാതെ താൻ ചെയ്ത പ്രവൃത്തിക്ക് ഗംഗാദത്തൻ അദ്ദേഹത്തിനോട് ക്ഷമ ചോദിച്ചു. അവരുടെ നിർബന്ധത്താൽ വ്യാസൻ അവിടെ തന്നെ താമസിച്ചുകൊണ്ട് മഹാരാജാവിനെ ചികിത്സിക്കാൻ തുടങ്ങി.
അധമവേദമായിട്ട് പലരും തള്ളിക്കളയാൻ തുടങ്ങിയ ആയുർവേദ ചികിത്സാവിധികളാണ് വ്യാസൻ അവിടെ പരീക്ഷിച്ചത്. കുറേ നാളത്തെ ആത്മാർത്ഥമായിട്ടുള്ള ചികിത്സയിലൂടെ രാജാവിൻ്റെ ആരോഗ്യം പഴയതിലും ഊർജ്ജസ്വലമായി വീണ്ടെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആഗ്രഹിച്ചു വന്ന കാര്യം ഭംഗിയായി നിറവേറിയതിലുള്ള ചാരിതാർത്ഥ്യത്തിൽ പരസ്പര സൗഹൃദം ഇനിയും തുടരാം എന്ന് വാക്കുകൊടുത്തതിന് ശേഷം അവിടെ നിന്നും അദ്ദേഹം സ്വദേശത്തേക്ക് യാത്ര തിരിച്ചു. വീട്ടിലെത്തി നടന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം ഭാര്യയെ അറിയിച്ചു. ശത്രുതയുണ്ടെങ്കിലും അതത്ര കാര്യമാക്കാതെ ഭാര്യാപിതാവായ ജാബാലിയെ കണ്ട് അദ്ദേഹത്തിൽ നിന്നും വശമാക്കിയ ആയുർവേദത്തെ മഹാരാജാവിൽ പ്രയോഗിച്ച് വിജയിച്ച കാര്യം അറിയിക്കുകയും ആശീർവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ പ്രതീക്ഷിച്ചതിന് വിപരീതമായ പ്രതികരണമാണ് ജാബാലിയിൽ നിന്നുണ്ടായത്. തൻ്റെ അനുവാദമില്ലാതെ തന്നിൽ നിന്നും വശമാക്കിയ വിദ്യ അന്യനൊരാളിൽ പ്രയോഗിച്ചെന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് ആക്രോശിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഒരുതരം പ്രതികാര ചിന്തയോടുകൂടി പെരുമാറുവാൻ തുടങ്ങിയ അദ്ദേഹത്തെ സുമന്തവും വ്യാസൻ്റെ ഭാര്യയും ചേർന്ന് അനുനയിപ്പിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരുന്നു. അവസാനം ആകെയുള്ള തൻ്റെ 2 മക്കളും കൂടി തനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്താലും തൻ്റെ കാലശേഷം ഇവയെല്ലാം അന്യം നിന്ന് പോയെങ്കിലോ എന്ന ചിന്തകളാലും ക്രമേണ അദ്ദേഹം പ്രതികാര ചിന്തകളെ ഉപേക്ഷിക്കുകയും വ്യാസനെ അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. സുമന്തു പിന്നീട് വ്യാസൻ്റെ ശിഷ്യനും ആയിത്തീർന്നു. ഇത്രയും ആണ് സ്വാമിയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അധികം ആരും അറിഞ്ഞിരിക്കാൻ ഇടയില്ലാത്ത വേദവ്യാസചരിതം. ഇനിയുള്ള ദിവസങ്ങളിൽ മഹാഭാരത വിശകലനം നമുക്ക് തുടരാം. നമസ്കാരം.